ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് വിഷയാടിസ്ഥാനത്തിലുള്ള ബൈബിൾ വായന 109-ാം ദിവസം. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും. ഇന്നേ ദിവസം നമ്മൾ സാമുവേലിൻ്റെ പുസ്തകം 15, 16 അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 61 എന്നിവ വായിക്കുന്നു. അമലേക്കിലുമായുള്ള യുദ്ധത്തിൽ സാവൂൾ ദൈവത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചില്ല. അതിനാൽ ദൈവം ദാവീദിനെ രാജാവായി അഭിഷേകം ചെയ്യുകയും സാവൂളിൽ നിന്ന് ആത്മാവ് വിട്ടുപോവുകയും ചെയ്യുന്നു. മാമോദീസയിലൂടെ എന്നേക്കും നമ്മോടുകൂടെ ആയിരിക്കുവാൻ ദൈവം വർഷിച്ച പരിശുദ്ധാത്മാവിനെ എപ്പോഴും വിലമതിക്കാനും പരിഗണിക്കാനും തിരിച്ചറിയാനും പരിശുദ്ധാത്മാവിൻ്റെ തീ കെടുത്തിക്കളയാതിരിക്കാനുമുള്ള ഉത്തരവാദിത്വ ബോധം പുലർത്താം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സാമുവേലിൻ്റെ പുസ്തകം 15-ാം അധ്യായം അമലേക്കിനോട് പകരം വീട്ടുന്നു. സാമുവേൽ സാവൂളിനോട് പറഞ്ഞു, കർത്താവ് തൻ്റെ യജമാനായ ഇസ്രായേലിൻ്റെ മേൽ രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാൻ എന്നെയാണ് അയച്ചത്. ഇപ്പോൾ കർത്താവിൻ്റെ വചനമുഴക്കത്തിന് നീ ചെവി കൊടുക്കുക. സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അമലേക്ക് ഇസ്രായേലിനോട് ചെയ്തത്, ഈജിപ്തിൽ നിന്ന് അവർ കയറിപ്പോരുമ്പോൾ അവൻ അവരുടെ വഴിക്ക് തടസ്സം നിന്നത് ഞാൻ കണക്കിലെടുത്തിരിക്കുന്നു. ആകയാൽ നീ പോയി അമലേക്കിനെ ആക്രമിക്കുക. അവരുടെ മേൽ കനിവ് കാട്ടാതെ അവരുമായി ബന്ധപ്പെട്ടതെല്ലാം നിങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുവിൻ. സ്ത്രീയും പുരുഷനുമെന്നോ ബാലനും ശിശുവുമെന്നോ ആടുമാടുകളെന്നോ ഒട്ടകവും കഴുതയുമെന്നോ ഭേദം കൂടാതെ നീ നിഗ്രഹിക്കണം. സാവൂൾ ജനത്തെ വിളിച്ചു വരുത്തി തെലായിമിൽ വെച്ച് അവരെ തിട്ടപ്പെടുത്തി. 2,00,000 കാലാൾപ്പടയും 10,000 യൂദാ പൗരഗണവും. അനന്തരം സാവൂൾ അമലേക്കിൻ്റെ നഗരം വരെ ചെന്ന് താഴ്വരയിൽ വെച്ച് വാഗ്വാദത്തിലേർപ്പെട്ടു. കൈൻകാരോട് സാവൂൾ പറഞ്ഞു, ഞാൻ നിന്നെ അമലേക്കുകാരോടൊപ്പം വാരിക്കൂട്ടാതിരിക്കേണ്ടതിന് പിന്തിരിഞ്ഞ് അവൻ്റെ ഇടയിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊള്ളുവേൻ. ഇസ്രായേല്യർ ഈജിപ്തിൽ നിന്ന് കയറിപ്പോന്നപ്പോൾ നീ അവരെല്ലാവരോടും കാരുണ്യം കാണിച്ചതാണല്ലോ. അപ്പോൾ കൈൻകാർ അമലേക്കിൻ്റെ ഇടയിൽ നിന്ന് പിന്തിരിഞ്ഞു. ഹവില മുതൽ ഈജിപ്തിനും മുമ്പിലായുള്ള ഷൂർദിശയിലെ അമലേക്കുകാരെ സാവൂൾ സംഹരിച്ചു. അമലേക്ക് രാജാവായ അഗാഗിനെ അവൻ ജീവനോടെ പിടികൂടി. ജനത്തെ അപ്പാടെ വാൾത്തലയാൽ ആചാരണ വിധേയമാക്കി. എന്നാൽ അഗാഗിൻ്റെയും ആടുമാടുകളിൽ മികച്ചതിൻ്റെയും 2ാം തരത്തിൻ്റെയും കുഞ്ഞാടുകളുടെയും ഉത്തമമായതൊക്കെയുടെയും മേലും അലിവ് കാണിച്ച് അവ ഉന്മൂലനാചാര വിധേയമാക്കാൻ സാവൂളും ജനവും മനസ്സായില്ല. അവർ ഉന്മൂലനാചാര വിധേയമാക്കിയതിന് ഇത് നിന്ദ്യവും നിസ്സാരവുമായ സകല കന്നുകാലികളെയുമാണ്. ദൈവകോപം സാവൂളിൻ്റെ മേൽ. സാമുവേലിന് ഇപ്രകാരം കർത്താവിൻ്റെ വചനമുണ്ടായി, രാജാവായി സാവൂളിനെ ഭരണമേൽപ്പിച്ചതിൽ ഞാൻ ഖേദിക്കുന്നു. എന്തെന്നാൽ എന്നെ അനുഗമിക്കുന്നതിൽ നിന്ന് അവൻ പിന്തിരിഞ്ഞിരിക്കുന്നു. എൻ്റെ വചനങ്ങൾ അവൻ നിറവേറ്റിയില്ല. സാമുവേൽ കോപാകുലനായി. രാത്രി മുഴുവൻ അവൻ കർത്താവിൻ്റെ പക്കൽ നിലവിളിച്ചു. സാവൂളിനെ രാവിലെ കണ്ടുമുട്ടാൻ സാമുവേൽ നേരത്തെ എഴുന്നേറ്റു. എന്നാൽ സാവൂൾ കർമ്മലിലേക്ക് ചെന്ന് തനിക്കായി ഒരു സ്മാരകം നാട്ടിയിട്ട് ചുറ്റിത്തിരിഞ്ഞ് ഗിൽഗാലിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് എന്ന് സാമുവേലിന് വാർത്ത കിട്ടി. സാമുവേൽ സാവൂളിൻ്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സാവൂൾ അവനോട് പറഞ്ഞു, കർത്താവിന് അങ്ങ് അനുഗ്രഹീതനായിരിക്കട്ടെ. ഞാൻ കർത്താവിൻ്റെ വചനം നിറവേറ്റിയിരിക്കുന്നു. സാമുവേൽ ചോദിച്ചു, എന്നിട്ട് എൻ്റെ കാതുകളിൽ മുഴങ്ങുന്ന ആടിൻ്റെ ഈ കരച്ചിലും
ഞാൻ കേൾക്കുന്ന കന്നുകാലികളുടെ അമറലും എന്താണ്? സൗൾ പറഞ്ഞു, ജനം അലിവ് കാണിച്ച ആടുമാടുകളിൽ മികച്ചവയെ അമലേക്കുകാരിൽ നിന്ന് അവർ കൊണ്ടുവന്നിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിന് ബലിയർപ്പിക്കാൻ വേണ്ടിയാണ്. അവശേഷിച്ചത് ഞങ്ങൾ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു. നിർത്തൂ, സാമുവേൽ സൗളിനോട് പറഞ്ഞു. കർത്താവ് ഈ രാത്രി എന്നോട് അരുൾ ചെയ്തത് ഞാൻ നിന്നെ അറിയിക്കാം. സംസാരിക്കുക, സൗൾ അവനോട് പറഞ്ഞു. സാമുവേൽ ചോദിച്ചു, നീ സ്വന്തം ദൃഷ്ടികളിൽ ചെറുതെങ്കിലും ഇസ്രായേൽ ഗോത്രങ്ങളുടെ തലവനല്ലേ? ഇസ്രായേലിന് മേൽ രാജാവായി കർത്താവ് നിന്നെ അഭിഷേചിച്ചു. പിന്നീട് കർത്താവ് നിന്നെ ഒരു ദൗത്യവുമായി അയച്ചുകൊണ്ട് പറഞ്ഞു, പോയി പാപികളായ അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുക. അവരെ ഇല്ലാതാക്കുന്നതുവരെ അവരുമായി നീ പോരാടുക. പിന്നെ എന്തുകൊണ്ടാണ് നീ കർത്താവിൻ്റെ സ്വരം അനുസരിക്കാതിരുന്നതും കവർച്ച വസ്തുവിൻ്റെ നേർക്ക് ചാടി വീണ് കർത്താവിൻ്റെ ദൃഷ്ടികളിൽ തിന്മ പ്രവർത്തിച്ചതും? സൗൾ സാമുവേലിനോട് പറഞ്ഞു, കർത്താവ് എന്നെ അയച്ച ദൗത്യവുമായി ഞാൻ പോയത് കർത്താവിൻ്റെ സ്വരം അനുസരിച്ചാണ്. ഞാൻ അമലേക്ക് രാജാവായ അഗാഗിനെ പിടിച്ചുകൊണ്ടുവരികയും അമലേക്കുകാരെ ഉന്മൂലനാചാര വിധേയമാക്കുകയും ചെയ്തു. എന്നാൽ കൊള്ളവസ്തുവിൽ നിന്ന് ഒഴിഞ്ഞുവെച്ചതിൻ്റെ മുഖ്യാംശമായി നിന്റെ ദൈവമായ കർത്താവിന് ഗിൽഗാലിൽ വെച്ച് ബലിയർപ്പിക്കാൻ ആടുമാടുകളെ ജനമെടുത്തു. സാമുവേൽ പറഞ്ഞു, കർത്തൃസ്വരം അനുസരിക്കുന്നതിന് സമാനമായ സംതൃപ്തി ഹോമയാഗങ്ങളിലും ബലികളിലും കർത്താവിനുണ്ടോ? ഇതാ, അനുസരിക്കുന്നതാണ് ബലിയേക്കാൾ ശ്രേഷ്ഠം. അവിടുന്നിൽ മനസ്സർപ്പിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും. എന്നാൽ മാത്സര്യം മന്ത്രവാദം തന്നെയായ പാപമാണ്. ദുശാഠ്യം അകൃത്യമാണ്, കുലവിഗ്രഹങ്ങളുമാണ്. കർത്തൃവചനം നീ തിരസ്കരിച്ചതിനാൽ രാജപദവിയിൽ നിന്ന് നിന്നെ അവിടുന്ന് തിരസ്കരിച്ചിരിക്കുന്നു. സൗൾ സാമുവേലിനോട് പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എന്തെന്നാൽ കർത്താവിൻ്റെ നിർദ്ദേശവും നിൻ്റെ വാക്കുകളും ഞാൻ ലംഘിച്ചു. ജനത്തെ ഭയന്ന് അവരുടെ സ്വരമാണ് ഞാൻ അനുസരിച്ചത്. ആകയാൽ എൻ്റെ പാപം നീ ക്ഷമിച്ചാലും ഞാൻ കർത്താവിന് ആരാധന അർപ്പിക്കേണ്ടതിന് നീ എന്നോടൊപ്പം തിരിക്കുക. സാമുവേൽ സൗളിനോട് പറഞ്ഞു, ഞാൻ നിന്നോടൊത്ത് തിരിക്കുകയില്ല. എന്തെന്നാൽ നീ കർത്താവിൻ്റെ വചനം തിരസ്കരിച്ചു. ഇസ്രായേലിൻ്റെ രാജാവായിരിക്കുന്നതിൽ നിന്ന് നിന്നെ കർത്താവും തിരസ്കരിച്ചിരിക്കുകയാണ്. സാമുവേൽ പോകാനായി തിരിഞ്ഞപ്പോൾ അവൻ്റെ അങ്കിയുടെ വിളിമ്പിൽ അവൻ പിടിമുറുക്കി, അത് കീറിപ്പോയി. സാമുവേൽ അവനോട് പറഞ്ഞു, ഇന്ന് കർത്താവ് നിൻ്റെ മേൽ നിന്ന് ഇസ്രായേൽ രാജ്യം കീറിയെടുത്ത് അത് നിന്നേക്കാൾ ഉത്തമനായ നിൻ്റെ അയൽക്കാരന് കൊടുത്തിരിക്കുന്നു. ഇസ്രായേലിൻ്റെ മഹത്വം വഞ്ചിക്കുകയില്ല, അനുതപിക്കുകയില്ല. അനുതപിക്കാൻ അവിടുന്ന് മനുഷ്യനല്ലല്ലോ. അവൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തു പോയി. എങ്കിലും ഇപ്പോൾ ജനശ്രേഷ്ഠന്മാരുടെ മുമ്പിലും ഇസ്രായേൽക്കാരുടെ മുമ്പിലും എന്നെ ബഹുമാനിച്ചാലും നിൻ്റെ ദൈവമായ കർത്താവിന് ഞാൻ ആരാധന അർപ്പിക്കേണ്ടതിന് എന്നോടൊത്ത് തിരിക്കണമേ. സാമുവേൽ സൗളിനും പിമ്പേ തിരിച്ചു. സൗൾ കർത്താവിന് ആരാധന അർപ്പിച്ചു. അനന്തരം സാമുവേൽ പറഞ്ഞു, അമലേക്ക് രാജാവായ അഗാഗിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിൻ. അഗാഗ് ചങ്ങലകളിൽ അവൻ്റെ അടുക്കൽ വന്നു. ദാരുണ മരണം തീർച്ചയായും മാറിപ്പോയിരിക്കുന്നെന്ന് അഗാഗ് കരുതിയിരിക്കുകയായിരുന്നു. സാമുവേൽ പറഞ്ഞു, നിന്റെ വാൾ സ്ത്രീകളെ സന്താനരഹിതകളാക്കിയതുപോലെ സ്ത്രീകളിൽപ്പെട്ട നിന്റെ അമ്മയും സന്താനരഹിതയാകട്ടെ. അനന്തരം സാമുവേൽ ഗിൽഗാലിൽ കർത്തൃസന്നിധിയിൽ വെച്ച് അഗാഗിനെ തുണ്ടം തുണ്ടമാക്കി. പിന്നീട് സാമുവേൽ റാമായിലേക്ക് പോയി. സൗളാകട്ടെ സൗളിൻ്റെ ഗിബയായിലെ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയും ചെയ്തു. സാമുവേൽ തൻ്റെ മരണം വരെ പിന്നീടൊരിക്കലും സൗളിനെ കണ്ടില്ല. എന്നാൽ സൗളിനെ പ്രതി സാമുവേൽ വിലപിച്ചു. സൗളിനെ ഇസ്രായേലിന് മേൽ രാജാവാക്കിയതിനാൽ കർത്താവ് ഖേദിച്ചു. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം. ദാവീദിൻ്റെ തിരഞ്ഞെടുപ്പും അഭിഷേകവും. കർത്താവ് സാമുവേലിനോട് ചോദിച്ചു, ഇസ്രായേലിന് മേൽ രാജാവായിരിക്കുന്നതിൽ നിന്ന് സൗളിനെ ഞാൻ തള്ളിക്കളഞ്ഞിരിക്കെ അവനെ പ്രതി നീ എത്ര നാൾ വിലപിക്കും? നിൻ്റെ കൊമ്പുപാത്രം തൈലം നിറച്ച് നീ യാത്രയാകുക. ഞാൻ നിന്നെ ബെത്ലേഹംകാരനായ ജസ്സയുടെ അടുത്തേക്ക് അയക്കും. കാരണം അവൻ്റെ പുത്രന്മാർക്കിടയിൽ എനിക്കായി ഒരു രാജാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. സാമുവേൽ ചോദിച്ചു, ഞാൻ എങ്ങനെ പോകും? സൗൾ ഇത് കേൾക്കുന്നതേ എന്നെ കൊന്നുകളയും. കർത്താവ് പറഞ്ഞു, ഒരു പശുക്കിടാവിനെ നീ കൂടെ കരുതണം. കർത്താവിന് ബലിയർപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറയണം. ബലിയർപ്പിക്കുന്നതിന് ജസ്സയെ ക്ഷണിക്കുകയും വേണം. നീ ചെയ്യേണ്ടതെന്തെന്ന് ഞാൻ നിന്നെ അറിയിക്കും. ഞാൻ നിന്നോട് പറയുന്നവനെ നീ എനിക്കായി അഭിഷേകം ചെയ്യണം.
കർത്താവ് സംസാരിച്ചതെന്തോ അത് സാമുവേൽ പ്രവർത്തിച്ചു. അവൻ ബേത്ത്ലേഹേമിലെത്തിയപ്പോൾ നഗരശ്രേഷ്ഠന്മാർ അവനെ എതിരേൽക്കാൻ ഭയചകിതരായി ചെന്ന് ചോദിച്ചു, നിന്റെ ആ വരവ് ശുഭസൂചകമായിരിക്കുമല്ലോ. അവൻ പറഞ്ഞു, ശുഭം. ഞാൻ കർത്താവിന് ബലിയർപ്പിക്കാൻ വന്നിരിക്കുകയാണ്. നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ബലിയർപ്പണത്തിന് എന്നോടൊത്തു വരുവിൻ. അനന്തരം അവൻ ജസ്സയെയും പുത്രന്മാരെയും വിശുദ്ധീകരിക്കുകയും ബലിയർപ്പണത്തിന് അവരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ വന്നപ്പോൾ അവൻ ഏലിയാബിനെ ശ്രദ്ധിച്ചു. കർത്താവിൻ്റെ മുമ്പിലുള്ളവൻ തന്നെയാണ് അവിടുത്തെ അഭിഷിക്തൻ എന്ന് അവൻ കരുതി. എന്നാൽ കർത്താവ് സാമുവേലിനോട് അരുൾ ചെയ്തു, അവൻ്റെ ആകാരത്തിലേക്കോ തലയെടുപ്പിലേക്കോ നോക്കണ്ട, എന്തെന്നാൽ അവനെ ഞാൻ തിരസ്കരിച്ചതാണ്. തീർച്ചയായും മനുഷ്യൻ കാണുന്നതല്ല വസ്തുത, എന്തെന്നാൽ മനുഷ്യൻ ഇരു കണ്ണുകൾക്കനുസൃതം കാണുന്നു, കർത്താവാകട്ടെ ഹൃദയത്തിനനുസൃതം കാണുന്നു. തുടർന്ന് ജസ്സെ അബിനാദാബിനെ വിളിച്ച് സാമുവേലിൻ്റെ മുമ്പിലൂടെ വിട്ടു. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ജസ്സെ പിന്നെ വിട്ടത് ഷമ്മായെയാണ്. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. ജസ്സെ തൻ്റെ 7 പുത്രന്മാരെയും സാമുവേലിൻ്റെ മുമ്പിലൂടെ കടത്തിവിട്ടു. സാമുവേൽ ജസ്സയോട് പറഞ്ഞു, ഇവരെ കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല. യുവാക്കന്മാർ കഴിഞ്ഞോ? സാമുവേൽ ജസ്സയോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഇളയവൻ കൂടി അവശേഷിക്കുന്നുണ്ട്. ഇതാ അവൻ ആട്ടിൻപറ്റത്തെ മേയ്ക്കുകയാണ്. സാമുവേൽ ജസ്സയോട് പറഞ്ഞു, അവനെ കൊണ്ടുവരാൻ ആളയക്കുക. എന്നാൽ അവൻ ഇവിടെ വരുന്നതുവരെ നമ്മൾക്ക് ഇരിപ്പുറക്കുകയില്ല. ജസ്സെ അവനെ ആളയച്ചു വരുത്തി. അവൻ ചമന്നു തൊടുത്ത കോമള നയനനും കാഴ്ചയ്ക്ക് സുന്ദരനുമായിരുന്നു. കർത്താവ് അരുൾ ചെയ്തു, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക. ഇവൻ തന്നെ അവൻ. സാമുവേൽ തൈലക്കൊമ്പ് പാത്രമെടുത്ത് അവനെ സഹോദരന്മാരുടെ ഇടയിൽ വെച്ച് അഭിഷേചിച്ചു. അന്നു മുതൽ അങ്ങോട്ട് കർത്താവിൻ്റെ അരൂപി ദാവീദിലേക്ക് ആവേശിച്ചു. സാമുവേൽ എഴുന്നേറ്റ് റാമായിലേക്ക് പോയി. അഹിദാരൂപിയും കിന്നരവും. കർത്താവിൻ്റെ ചൈതന്യം സാവൂളിൽ നിന്ന് വിട്ടകന്നു. കർത്താവിൽ നിന്നുള്ള ഒരു അഹിദാരൂപി അവനെ ഭയപ്പെടുത്തി. സാവൂളിൻ്റെ ദാസന്മാർ അവനോട് പറഞ്ഞു, ഇതാ ദൈവത്തിൻ്റെ ഒരു അഹിദാരൂപി നിന്നെ ഭയപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ യജമാനൻ പറഞ്ഞാലും നിന്റെ മുമ്പിലെ ദാസന്മാർ കിന്നരം മീട്ടലിൽ നിപുണനായ ഒരുവനെ അന്വേഷിക്കട്ടെ. ദൈവത്തിൻ്റെ അഹിതാരൂപി നിന്റെ മേലുണ്ടാകുമ്പോൾ അവൻ തൻ്റെ കൈകൊണ്ട് തന്ത്രി മീട്ടട്ടെ, അപ്പോൾ നിനക്ക് സുഖമാകും. തന്ത്രി മീട്ടാൻ വിദഗ്ധനായ ഒരുവനെ എനിക്കായി കണ്ടുപിടിച്ച് എൻ്റെ പക്കൽ കൊണ്ടുവരുവിൻ എന്ന് സാവൂൾ തൻ്റെ ദാസന്മാരോട് കൽപ്പിച്ചു. അപ്പോൾ ഭൃത്യന്മാരിൽ ഒരുവൻ മറുപടിയായി പറഞ്ഞു, ബേത്ത്ലേഹംകാരനായ ജസ്സയുടെ ഒരു മകനെ ഇതാ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ തന്ത്രി വിദഗ്ധനാണ്, വീരകേസരിയും പോരാളിയുമാണ്. അവൻ വാക്ചാതുര്യമുള്ളവനും ആകാരമൊത്തവനുമാണ്. അവൻ്റെ കൂടെ കർത്താവുണ്ട്. സാവൂൾ ജസ്സയുടെ അടുത്തേക്ക് ദൂതന്മാരെ വിട്ട്, ആടുകളുടെ ഇടയിലുള്ള നിന്റെ മകനൻ ദാവീദിനെ എൻ്റെ അടുക്കിലേക്ക് അയക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ജസ്സെ ഓമറപ്പം, ഒരു തോൽക്കുടം വീഞ്ഞ്, ഒരാട്ടിൻകുട്ടി എന്നിവ ഒരുക്കി തൻ്റെ മകൻ ദാവീദ് വശം സാവൂളിന് കൊടുത്തയച്ചു. ദാവീദ് സാവൂളിൻ്റെ പക്കലെത്തി അവൻ്റെ മുമ്പിൽ സന്നിഹിതനായി. അദ്ദേഹത്തിന് അവനെ ഏറെ ഇഷ്ടപ്പെട്ടു. അവൻ അദ്ദേഹത്തിന് ഉപകരണവാഹകനായി തീർന്നു. ദാവീദ് എൻ്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്തിയിരിക്കുന്നതിനാൽ അവൻ എൻ്റെ മുമ്പിൽ നിൽക്കട്ടെ എന്ന് പറയാൻ സാവൂൾ ജസ്സയുടെ അടുക്കൽ ആളയച്ചു. ദൈവത്തിൻ്റെ ആ അരൂപി സാവൂളിൻ്റെ പക്കലുണ്ടാകുമ്പോഴൊക്കെ ദാവീദ് കിന്നരമെടുത്ത് സ്വന്തം കൈകൊണ്ട് തന്ത്രി മീട്ടിയിരുന്നു. സാവൂളിന് അത് സ്വസ്ഥതയേകിയിരുന്നു. അവന് സുഖമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അഹിതാരൂപി അവൻ്റെ മേൽ നിന്ന് വിട്ടുപോയിരുന്നു. സങ്കീർത്തനം 61. ദൈവം സുശക്ത ഗോപുരം. ഗായിക നേതാവിന് തന്ത്രിവാദ്യത്തോടെ ദാവീദിൻ്റേത്. ദൈവമേ, എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ശ്രദ്ധിക്കണമേ. എൻ്റെ ഹൃദയം വിവശമാകുമ്പോൾ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് ഞാൻ അങ്ങയുടെ നേർക്ക് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് അപ്രാപ്യമായ പാറയിൽ എന്നെ എത്തിക്കണമേ. അങ്ങാണല്ലോ എനിക്കുള്ള അഭയസങ്കേതം, ശത്രുവിൻ്റെ മുമ്പിൽ സുശക്ത ഗോപുരം. ഞാൻ അങ്ങയുടെ കൂടാരത്തിൽ എന്നേക്കും അതിഥിയായിരിക്കട്ടെ. അങ്ങയുടെ ചിറകുകളിൽ മറവിൽ ഞാൻ അഭയം തേടും. സെല. ദൈവമേ, അങ്ങൻ്റെ നേർച്ചകൾ പരിഗണിച്ചു. അങ്ങയുടെ നാമം ഭയപ്പെടുന്നവരുടെ അവകാശം അനുവദിച്ചു. രാജാവിൻ്റെ ആയുസ്സിനോട് അങ്ങ് വാസരങ്ങൾ കൂട്ടിച്ചേർക്കട്ടെ. അവൻ്റെ സംവത്സരങ്ങൾ തലമുറ തലമുറ പോലെയും. ദൈവസന്നദ്ധിയിൽ അവൻ എന്നേക്കും ഉപവിഷ്ടനാകട്ടെ.
കൃപയും സത്യവും സജ്ജീകരിക്കണമേ. അവ അവനെ കാത്തു സൂക്ഷിക്കട്ടെ. അപ്പോൾ ഞാൻ ദിനംതോറും എൻ്റെ നേർച്ചകൾ നിറവേറ്റാൻ അങ്ങയുടെ നാമം എന്നേക്കും പാടിപ്പുകഴ്ത്തും.